നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ നിലയിലേക്ക് നീങ്ങുന്നു. ഒന്നാം ഇന്നിങ്സിലെ ഇന്ത്യ 150 റൺസിന് ഓൾ ഔട്ടായി എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയെ വെറും 104 റൺസിന് ഇന്ത്യയുടെ ജസ്ബീർ ബുംറ എറിഞ്ഞ് പുറത്താക്കുകയായിരുന്നു. ജസ്ബീർ ബുംറയുടെ തീ പാറുന്ന പന്തുകൾക്ക് മുന്നിൽ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ വരിവരിയായി തിരിച്ച് പവലിയനിലേക്ക് മടങ്ങുന്നതാണ് കണ്ടത്. ഇന്ന് രണ്ടാം ദിവസം കളി ആരംഭിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ വാലറ്റത്തെ 104 റൺസ് എടുക്കുന്നതിൽ ഇന്ത്യയുടെ ബൗളിംഗ് നിര ചുരുട്ടിക്കൂട്ടുകയായിരുന്നു. ഏതായാലും 150 റൺസ് ഇന്ത്യയുടെ ലീഡ്, 104 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് ആ ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയുടെ ലീഡ് ടോട്ടൽ 218 റൺസായി. ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് KL രാഹുൽ 62 റൺസ് നേടിയിട്ടുണ്ട്. ജയ്സ്വാൾ 90 റൺസും നേടിയിട്ടുണ്ട്. രണ്ടുപേരും മനോഹരമായ ഒരു ഇന്നിങ്സാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ്സ്വാളിൻ്റെ 90 റൺസിനിടയിൽ 2 തവണയോ 3 തവണയോ വരെ ജയ്സ്വാളിന് ലൈഫ് കിട്ടുകയുണ്ടായി. സ്ലിപ്പിൽ ക്യാച്ച് 2 തവണ ജയ്സ്വാളിനെ നഷ്ടപ്പെടുത്തി ഓസ്ട്രേലിയൻ താരങ്ങൾ. ഏതായാലും ഇന്ത്യൻ ഓപ്പണിംഗ് നിര വളരെ മനോഹരമായാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത്. KL രാഹുലിൻ്റെ വലങ്കയ്യൻ ബാറ്റിങ്ങും ജയ്സ്വാളിൻ്റെ ഇടങ്കയ്യൻ ബാറ്റിങ്ങും ശരിക്കും ഓസ്ട്രേലിയൻ ബൗളിങ്ങിനെ വളരെ ശാന്തമായി നേരിടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഏതായാലും ഓസ്ട്രേലിയയുടെ ബൗളിങ്ങിലെ മിച്ചേൽ സ്റ്റാർക്കിൻ്റെയും മറ്റും ഒക്കെ പാറ്റ് കുമ്മിൻസിൻ്റെയും ഒക്കെ തീപാറുന്ന പന്തുകൾ വളരെ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യൻ ഓപ്പണേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടാം ഇന്നിങ്സിൽ നാളത്തെ ദിവസം ഇവരിൽ ആരെങ്കിലും ഒരാൾ സെഞ്ചുറി നേടിക്കഴിഞ്ഞാലും ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്കൊക്കെ ശരിക്കും രണ്ടാം ഇന്നിങ്സിൽ വിരാട് കോഹ്ലിയിൽ ശരിക്കും വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. ഋഷഭ് പന്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. ഇനിയുള്ള ബാറ്റ്സ്മാൻമാരിലൊക്കെ തന്നെയും ദേവദത്ത് പടിക്കൽ ഇങ്ങനെ തുടങ്ങി ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ഒരു വലിയ പ്രതീക്ഷ ഇന്ത്യക്ക് ഇനി തുടർന്നുള്ള ബാറ്റ്സ്മാൻമാരിലുണ്ട്. തീർച്ചയായും അപ്പോൾ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയസാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. ഏതായാലും ഒന്നാം ടെസ്റ്റ് ഇനി ദിവസം അവശേഷിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഓസ്ട്രേലിയക്കും രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിംഗ് ഉണ്ട്. നമുക്ക് കളി എങ്ങനെ പോകുമെന്ന് നോക്കാം. ജയ്സ്വാളിന് നാളെ ഒരു സെഞ്ചുറി നേടും, ജയ്സ്വാൾ സെഞ്ചുറി നേടുമെന്നും രാഹുൽ അതിന് കൂട്ട് നിന്ന് രാഹുലും സെഞ്ചുറി അടിക്കുമെന്നും നമുക്ക് കരുതാം. ഏതായാലും പിച്ച് രാവിലെ ഫാസ്റ്റ് ബോളർമാർക്ക് തുണയ്ക്കുന്ന പിച്ചായിരിക്കും. പന്ത് സ്വിങ് ചെയ്യുന്ന പന്തുകൾക്ക് മുന്നിൽ എങ്ങനെയായിരിക്കും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ നേരിടുന്നതെന്ന് രാവിലത്തെ പിച്ചിൻ്റെ സ്വഭാവമല്ല ഉച്ച കഴിഞ്ഞ്. രാവിലത്തെ പിച്ചിന് മുന്നിൽ, രാവിലെ പിച്ചിലെ നനവിന് മുന്നിൽ ഇന്ത്യൻ ഓപ്പണേഴ്സ് പിടിച്ചു നിൽക്കും എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു സ്കോർ രണ്ടാം ഇന്നിങ്സിൽ പടുത്തുയർത്താൻ പറ്റും. ഒരു വേള ചിലപ്പോൾ കോഹ്ലിക്കും അത്യാവശ്യം നല്ലൊരു റൺ വേട്ട നടത്താൻ കഴിയും എന്നും നമുക്ക് കരുതാം. ഇനി നമ്മൾ ISL ഫുട്ബോളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് 24-ന് കൊച്ചിയിൽ ചെന്നൈ FCയെ നേരിടുകയാണ്. ചെന്നൈ FCക്കെതിരെ നാളെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വെറും 8 പോയിന്റ് മാത്രമാണ് ഇതുവരെ ഉള്ളത്. 10ാം സ്ഥാനത്താണ്. ഇതുവരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്നാൽ മധ്യനിരയിൽ ലൂണ പഴയതുപോലെ കളിയുടെ ഒരു ഗോളിലേക്കുള്ള ആസൂത്രണം ശരിയാകുന്നില്ല. പ്രതിരോധം പാളുന്നു. ഗോളി സച്ചിൻ സുരേഷ് അല്ലാതെ മറ്റാരെങ്കിലും ആണെങ്കിൽ തന്നെയും ഗോളിയുടെ കയ്യിൽ പിഴവുകൾ കൊണ്ട് ഗോള് കേരള ബ്ലാസ്റ്റേഴ്സിന് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രതിരോധം പ്രീതം കോട്ടാലും അടങ്ങുന്ന പ്രതിരോധ നിര അത്ര കണ്ട് ശോഭിച്ചിട്ടില്ല. മധ്യനിരയിൽ വിപിൻ മോഹനും ലൂണ പഴയ ലൂണയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. പഴയ ലൂണയുടെ നിഴൽ മാത്രമാണ് ഉള്ളത്. ഹോമി പപ്ര ഫോമിലേക്ക് ഉയർന്നു വന്നാൽ നാളത്തെ കളി വളരെ നല്ല ഇതാകും. ഏതായാലും നാളെ ചെന്നൈ FCക്കെതിരെ ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം വളരെ നിർണായകമായ നാളത്തെ മത്സരത്തിൽ എങ്ങനെയായിരിക്കും ടീമിൻ്റെ ഫസ്റ്റ് ലൈനപ്പ് എന്ന് ഇതുവരെയും നമുക്ക് തീർച്ചയില്ല. എന്തായാലും നാളെ ഗോൾ വല കാക്കാൻ സച്ചിൻ സുരേഷ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. മുന്നേറ്റ നിര വളരെ നല്ല രീതിയിൽ അവരുടെ ഫോമിലേക്ക് തിരിച്ചു വരണം. അത്യാവശ്യം നല്ല രീതിയിൽ ഗോള് വരണം, എങ്കിലേ കളി മാറത്തുള്ളൂ.
നമുക്ക് ഏതായാലും നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ മത്സരം എന്താകും എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.